അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെബ് ഡിസൈനിങ് എന്നുള്ളതാണ്. വെബ് ഡിസൈനിങ് എന്ന് പറയുമ്പോൾ വെബ്സൈറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളത്. നമ്മൾ പറഞ്ഞു വെബ് പേജുകളുടെ കൂട്ടത്തെയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു HTML എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ നമ്മള് ഒരു വെബ് പേജ് ക്രിയേറ്റ് എന്ന് വിചാരിക്കാം. HTML ലാംഗ്വേജ് നമ്മൾ പഠിച്ചു, ഇനി ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന വിചാരിക്കാം. നമുക്ക് അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന വിവിധ തരത്തിലുള്ള സോഫ്റ്റ്വെയർസുകളുണ്ട്. പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ, ഇപ്പോൾ സാധാരണ ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ നമുക്ക് HTML കോഴ്സുകളൊക്കെ എഴുതാം. അതിന് പുറമെ നമുക്ക് ഇതിനെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ IDE ഉണ്ട്, വെബ് ഡിസൈനിങ് IDE ഉണ്ട്. IDE എന്താ, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയറോൺമെന്റ് അല്ലെ. അവർ പാക്കേജ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പാക്കേജിനെ കോമൺ ആയി പറയുന്ന പേരാണ് IDE എന്ന് പറയുന്നത്. നമ്മളെ ജീനി അല്ലെ, ജീനി ഒരു IDE ആണ്. എന്തിനു വേണ്ടിയുള്ള IDE ആണ്? പ്രോഗ്രാമിങ്ങിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ C++ പോലുള്ള HTML പോലുള്ള അങ്ങനത്തെ ലാംഗ്വേജുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, അതിന് വേണ്ടിയുള്ള എല്ലാവിധ ഫെസിലിറ്റീസും നൽകുന്ന ഒരു IDE ആണ് ജീനി എന്ന് പറയുന്നത്. അതുപോലെ ടെർബോ C++ വേറെ IDE ആണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ വെബ് ഡിസൈനിങ് IDEകൾക്ക് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ നമ്മള് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ HTML ലാംഗ്വേജ് ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള IDEകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും എന്നർത്ഥം. ഈ IDEകളുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അതിൽ FTP പ്രോട്ടോകോൾ അടക്കം ഉണ്ടാവും. എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ് പേജുകളെ വെബ് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൂടി ഉണ്ടാവും എന്നർത്ഥം. അപ്പൊ ഇതില് അതിന് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ബ്ലൂഫിഷ്, ബൂട്ട്സ്ട്രാപ്പ്, അഡോബ് ഡ്രീം വ്യൂവർ, മൈക്രോസോഫ്റ്റ് എക്സ്പ്രഷൻ വെബ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇത്തരം IDEകൾക്ക് എക്സാമ്പിൾസ് ആണ്. അങ്ങനെ പറയാം, ബ്ലൂഫിഷ് പേരുകളാണ് കേട്ടോ, ആ IDEകൾക്ക് ഓരോ പേരുകൾ കൊടുക്കുന്നതാണ്. ബ്ലൂഫിഷ്, ബൂട്ട്സ്ട്രാപ്പ്, അഡോബ് ഡ്രീം വ്യൂവർ, പിന്നെ മൈക്രോസോഫ്റ്റ് എക്സ്പ്രഷൻ വെബ്. ദീസ് ആർ ദി സം എക്സാമ്പിൾസ് ഓഫ് ദി പോപ്പുലർ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് IDEs. ഇനി നമ്മൾ ഇതിൽ പറയുന്നത് വെബ് പേജ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ടെന്ന് പറയുന്നത്. വെബ് പേജ് രണ്ട് വിധത്തിൽ നമുക്ക് പറയാം. ഒന്ന് പറയുന്നത് സ്റ്റാറ്റിക് വെബ് പേജും ഉണ്ട്, വേറെ പറയുന്നത് ഡൈനാമിക് വെബ് പേജ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണിത്. സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെബ് പേജ് അതിന്റെ ഒരു സ്വഭാവം, ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്വഭാവം, വർക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം അനുസരിച്ചിട്ട്, അതിന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് രണ്ട് വിധത്തിൽ നമുക്ക് പറയാം. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ വാക്കിൽ പറയാം. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML ലാംഗ്വേജ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വെബ് പേജുകളെയാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. അങ്ങനെ പറയാണ്, HTML ലാംഗ്വേജ് ഉപയോഗിച്ച് മാത്രം തയ്യാറാക്കുന്ന, ഓക്കെ, അത് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വെബ് പേജുകളെയാണ് സ്റ്റാറ്റിക് വെബ് പേജ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പൊ ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ HTML ലാംഗ്വേജിന്റെ കൂടെ വേറെ എന്തോ ഉണ്ടാവാം അല്ലെ, അത്രേ ഉള്ളൂ. HTML ലാംഗ്വേജിന്റെ കൂടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ, അതൊക്കെ എന്താണെന്നുള്ള വഴിയെ പറയാം. ഓക്കെ, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ, വിവിധ തരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ ഉണ്ട്. അതിന്റെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന വെബ് പേജുകളെയാണ് എന്ത് പറയുന്നത്, ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പോ ഈ സ്ക്രിപ്റ്റുകൾ എന്താണെന്നുള്ളതും സ്ക്രിപ്റ്റ് ഉൾപ്പെടുത്തി കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഇനി പറയാൻ പോവുകയാണ്. ഓക്കെ, ഒന്നുകൂടി പറയാണ്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ് എന്താണെന്നുള്ളത്. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ HTML ലാംഗ്വേജ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള വെബ് പേജുകളെയാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. HTML കോഡിന്റെ കൂടെ സ്ക്രിപ്റ്റുകളും കൂടി വരുമ്പോഴാണ് എന്ത് വരുന്നത്, ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഇനി പ്രവർത്തനത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും അല്ലെ. ഈ സ്റ്റാറ്റിക് വെബ് പേജ് എപ്പോഴും കാണാൻ ഒരുപോലെ ആയിരിക്കും. സ്റ്റാറ്റിക് വെബ് പേജ് എപ്പോഴും എന്തായിരിക്കും, കാണാൻ ഒരുപോലെ ആയിരിക്കും. ചെറിയ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റേ സ്കൂൾ പോലുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ നടത്തുന്ന തയ്യാറാക്കുന്ന ഇതൊക്കെ ഏത് ഇതായിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ഡാറ്റാബേസുമായിട്ടൊരു ഇന്ററാക്ഷനും കാര്യങ്ങളൊന്നും വരേണ്ടതില്ല. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ അതൊരു ബാക്ക് എൻഡിൽ വരുന്ന സംഭവമാണ്. ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് രണ്ട് രീതിയിലുണ്ട് അല്ലെ. അപ്പോ ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിലും അതിന്റെ ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ യൂസർ കാണുന്ന ഭാഗം അല്ലെങ്കിൽ അത് യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന ഭാഗമാണ് എന്ത്, അതിന്റെ ഒരു ഫ്രണ്ട് ഡിസൈൻ ഉണ്ടാവില്ലേ, അതാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ബാക്ക് എൻഡ് എന്ന് പറയുമ്പോൾ ഡാറ്റാബേസുമായിട്ട്, ഇപ്പൊ നമ്മളൊരു ഷോപ്പില് ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആലോചിക്കുക. ആ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ നമ്മൾ സ്ക്രീനിൽ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കാണുന്നൊരു ഇന്റർഫേസ് ഉണ്ട്. ആ ഇന്റർഫേസ് ആണ് അവിടുത്തെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്.
നമ്മൾ ഓരോ സാധനം ഒരു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഡാറ്റ എൻട്രി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ബില്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ആ കമ്പ്യൂട്ടറിലെ മെമ്മറി മറ്റേ ഡാറ്റാബേസിന് ഡാറ്റ ശരി ക്ലിയർ ആയി പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ബാക്ക് എൻഡിൽ അവിടെ എന്ത് നടക്കേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യം നടക്കണം. അത് എങ്ങനെ നടക്കുന്നു എന്തെന്നൊക്കെ പോലെ ഇരിക്കട്ടെ, അതിനെ കുറിച്ചൊന്നും നമ്മൾ അതിനെ കുറിച്ച് ബോധേണ്ടാവേണ്ട ആവശ്യമില്ല. ഈ ഒരു രണ്ട് ഇത് പറഞ്ഞാണ് ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് എന്നുള്ള കാര്യം പറഞ്ഞെന്നുള്ളൂ. അപ്പോ സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് വെബ് പേജുകൾ എപ്പോഴും കാണാൻ ഒരുപോലെ ആയിരിക്കും. പക്ഷേ ഡൈനാമിക് വെബ് പേജുകൾ അങ്ങനെയല്ല. ഡൈനാമിക് വെബ് പേജുകൾ റൺ ടൈം അല്ലെങ്കിൽ യൂസറിന്റെ ആ സമയം ഒരു റിയൽ ടൈം ആക്ഷൻ അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഡൈനാമിക് വെബ് പേജുകൾക്കുണ്ട്. ഇപ്പൊ വളരെ വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ വെബ്സൈറ്റ് ഒരു പിക്ചർ ഉണ്ട് വിചാരിക്കുക. ആ പിക്ചറിന്റെ മുകൾ ഭാഗത്തേക്ക് അതിന്മേൽക്ക് നമ്മളൊരു മൗസ് പോയിന്റർ കൊണ്ടുവന്നു. അപ്പൊ ആ മൗസ് പോയിന്റർ കൊണ്ടുവന്നപ്പോൾ ആ പിക്ചർ ഒന്നും വലുതായി വന്നു. ഓക്കെ, നമ്മൾ മൗസ് പോയിന്റർ എടുത്ത് മാറ്റിയപ്പോൾ പഴയതുപോലെ എന്തായി, അതിന്റെ സൈസ്, ആ പിക്ചറിന്റെ സൈസ് പഴയതുപോലെ തന്നെയായി. എന്ന് പറയുമ്പോൾ അവിടെ റിയൽ ടൈം ആ സമയത്തെ യൂസറിൽ നിന്നുള്ള ഒരു ആക്ഷൻ എന്ത് ചെയ്യാണ്, റെസ്പോണ്ട് ചെയ്യാണ്. എന്ന് പറയുമ്പോൾ അതൊരു ഡൈനാമിക് ചേഞ്ച് ആണ്. അല്ലെങ്കിൽ വേറെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചില വെബ്സൈറ്റുകളൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം കയറി നോക്കുമ്പോൾ ഉള്ള അപ്പിയറൻസ് ആവില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാവുക. അതായത് പിക്ചേഴ്സ് ഒക്കെ ചില സമയങ്ങളിൽ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പൊ വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എന്താ പറയാ SSLC അല്ലെങ്കിൽ ഇപ്പൊ +1 റിസൾട്ട് ഒക്കെ വന്നു അല്ലെ. +1 റിസൾട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ രജിസ്റ്റർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ രജിസ്റ്റർ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളുടെ മാർക്ക് ചെയ്യുന്നത് ഒരു വെബ് പേജിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികളുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് വ്യത്യസ്തമായ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് അവിടെ എന്താ നടക്കുന്നത്, ആ രജിസ്റ്റർ നമ്പർ കറസ്പോണ്ടിങ് ആയുള്ള സിംഗിൾ വെബ് പേജ് മാത്രമേ ഉള്ളൂ, അതിലേക്ക് ആ കണ്ടന്റ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡാറ്റാ ബേസിൽ നമ്മൾ കൊടുക്കുന്ന രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തിനും അനുസരിച്ചുള്ള ഒരു ഡാറ്റ അവിടെ നിന്ന് ഫെച്ച് ചെയ്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെയാണ് ഡൈനാമിക് വെബ് പേജുകൾക്ക് എക്സാമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ എന്താണ് ഡൈനാമിക് പേജ് എന്ന് പറയുമ്പോൾ അതിലെ മാറ്റങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ട് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലൊരു വ്യത്യാസം എന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ലെവലിൽ പറയാമെന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, HTML ലാംഗ്വേജ് മാത്രം ഉപയോഗിച്ച് തയ്യാറിന്റെ അപ്പിയറൻസ് ഒക്കെ എപ്പോഴും ഒരുപോലെ ആയിരിക്കും, സെയിം ആയിരിക്കും. ഡൈനാമിക് എന്ന് പറയുമ്പോൾ HTML ലാംഗ്വേജിന്റെ കൂടെ എന്തുകൂടി വരുന്നുണ്ട്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും കൂടി വരുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. ജാവാ സ്ക്രിപ്റ്റ് ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് ഒക്കെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾ ആണ് എന്നർത്ഥം. പിന്നെ നമ്മള് ഇതില് ഈ ഒരു ടേബിൾ ഇപ്പൊ കാണുന്നുണ്ടാവും. ആ ടേബിളിൽ നമുക്ക് ഒരു കമ്പാരിസൺ നടത്തി നോക്കാം. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ ദ കണ്ടന്റ് ആൻഡ് ലേഔട്ട് ഓഫ് ദി വെബ് പേജ് ഈസ് ഫിക്സഡ്. നമ്മൾ പറഞ്ഞ തന്നെ എപ്പോഴും അതിന്റെ കണ്ടന്റ് അതേപോലെ തന്നെ അതിന്റെ ലേഔട്ട് ഉണ്ടാവില്ലേ, അതിന്റെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ. ഓക്കെ, അത് എപ്പോഴും എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും എന്നർത്ഥം. മറ്റേത് നമ്മുടെ ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ കണ്ടന്റ് ആൻഡ് ലേഔട്ട് മേ ചേഞ്ച് ഡ്യൂറിങ് റൺ ടൈം. ചില സന്ദർഭങ്ങളിലൊക്കെ എന്തായിരിക്കും, അത് എന്തായാലും മാറ്റം ഉണ്ടായിരിക്കും, ചേഞ്ച് ഉണ്ടാവും. പിന്നെ സ്റ്റാറ്റിക് വെബ് പേജ് പറയുന്നത് സ്റ്റാറ്റിക് വെബ് പേജ് നെവർ യൂസ് ഡാറ്റാബേസസ്. അതായത് ഡാറ്റാബേസുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒന്നും അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്ക് എന്ത് സ്യൂട്ടബിൾ അല്ല, സ്റ്റാറ്റിക് വെബ് പേജുകൾ സ്യൂട്ടബിൾ അല്ല. ഏതെങ്കിലും തരത്തിലുള്ള ഡാറ്റാബേസുമായിട്ടുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡൈനാമിക് വെബ് പേജ് തന്നെ വേണം. അതിന് കാരണം എന്താ വെച്ചാൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ വരണം, ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. എന്താണ് സ്ക്രിപ്റ്റ്സ് എന്നുള്ളത് പറയാം. ഓക്കെ, സ്റ്റാറ്റിക് വെബ് പേജ് നെവർ യൂസ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നില്ല. മറ്റേ ഡൈനാമിക് വെബ് പേജിലാണെങ്കിൽ ഡാറ്റാബേസ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഡൈനാമിക് കണ്ടന്റ് ത്രൂ കൊറീസ്. കൊറീസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. നമുക്ക് ഈ സെക്കൻഡ് ഇയറിൽ ലാസ്റ്റ് പഠിക്കാനുള്ളതാണ്. സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ് ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ്, SQL എന്ന് പറയും. ഓക്കെ, കൊറീസ് എന്ന് അത്രേ ഉള്ളൂ, കമാൻഡ്സ് എന്നുള്ളതാണ് ഒരു പ്രത്യേക രീതിയിൽ. അതിന് ഒരു പ്രത്യേക ലാംഗ്വേജ് ആണ്, അത് നമുക്ക് പഠിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണത്. അപ്പോൾ ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ടാവും അതിൽ. അപ്പോൾ കൊറീസ് ഉപയോഗിച്ചിട്ട് ഡൈനാമിക് കണ്ടന്റ്സ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഏതില്, ഡൈനാമിക് വെബ് പേജ്, അത്ര ഡൈനാമിക് പേജ് വരുന്നതാണ്. പിന്നെ സ്റ്റാറ്റിക് വെബ് പേജില് സ്റ്റാറ്റിക് വെബ് പേജസ് ഡയറക്ട്ലി റൺ ഓൺ ദി ബ്രൗസർ.
സ്റ്റാറ്റിക് വെബ് പേജ് ഡയറക്റ്റ് എവിടെയാണ് റൺ ചെയ്യുന്നത്? ബ്രൗസറിലാണ് റൺ ചെയ്യുന്നത്. ആൻഡ് ഡു നോട്ട് റിക്വയർ എനി സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ആലോചിക്കുക? ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ക്ലയന്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഏത് വെബ് പേജ് ആണെങ്കിലും സ്റ്റാറ്റിക് ആയിക്കോട്ടെ ഡൈനാമിക് ആയിക്കോട്ടെ, ഏത് വെബ് പേജ് ആണെങ്കിലും എവിടെ ഉണ്ടാവുക? വെബ് സെർവറിലാണ് ഉണ്ടാവുക അല്ലെ? എല്ലാ അംശമൊന്നുമില്ല, വെബ് സെർവറിലാണ് ഉണ്ടാവുക. അപ്പൊ ക്ലയന്റ് ഒരു വെബ് പേജ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ DNS സെർവറുമായിട്ട് IP അഡ്രസ് എടുക്കുന്നു, IP അഡ്രസ്സുമായി കിട്ടിക്കഴിഞ്ഞാൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, റിക്വസ്റ്റ് ചെയ്ത പേജ് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മളുടെ ബ്രൗസറിലേക്ക് എത്തുന്നു. ആ കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റിക് വെബ് പേജുകളാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു സ്ക്രിപ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസുകളൊന്നും അതിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ആ സ്റ്റാറ്റിക് വെബ് പേജ് ആണെന്നുണ്ടെങ്കിൽ അത് റൺ ചെയ്യുന്നത് എവിടെയാണ്? ഡയറക്ട്ലി റൺ ഓൺ ദി ബ്രൗസർ. നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ ബ്രൗസർ ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ ബ്രൗസർ, ആ ബ്രൗസറിലാണ് അത് എന്ത് ചെയ്യുന്നത്? റൺ ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത പേജ് നമ്മുടെ ഇതിലേക്ക്, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആയി വന്ന് നമ്മളുടെ എന്താ പറയാ ബ്രൗസറിലാണ് അത് റൺ ചെയ്യുന്നത് എന്നർത്ഥം. അതിന് വേറെ പ്രത്യേകിച്ച് ഒരു സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിന്റെ ഒന്നും ആവശ്യമില്ല എന്നർത്ഥം. നേരെ മറിച്ച് ഡൈനാമിക് വെബ് പേജ് ആണെങ്കിൽ അത് സെർവർ സൈഡ് ആപ്ലിക്കേഷൻസിൽ എവിടെ റൺ ചെയ്യുന്നത്? സെർവറിലാണ് എന്ത് ചെയ്യുന്നത്? റൺ ചെയ്യുന്നത്. സെർവറിലാണ് അത് റൺ ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ റിസൾട്ട് ആണ് തിരിച്ച് എവിടേക്ക് വരുന്നത്? നമ്മളെ ക്ലയന്റിലേക്ക് വരുന്നത്, ബ്രൗസറിലേക്ക് വരുന്നത്. അപ്പോ ഏത് വെബ്സൈറ്റിന്റെ നാച്ചുറൽ അനുസരിച്ചിട്ട്, ക്യാരക്ടർ അനുസരിച്ച്, അല്ലെങ്കിൽ ഏത് സ്റ്റാറ്റിക് ആണോ ഡൈനാമിക് ആണോ എന്നുള്ളതിനനുസരിച്ച് അതിന്റെ പ്രവർത്തനത്തിൽ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് പറഞ്ഞു വരുന്നത്. സ്റ്റാറ്റിക് ആണെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത വെബ് പേജ് വെബ് സെർവറിൽ നിന്ന് എവിടേക്ക് വരുന്നു? ബ്രൗസറിലേക്ക് വന്നിട്ട് ബ്രൗസറിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിന്റെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഡൈനാമിക് ആണെങ്കിലോ റിക്വസ്റ്റ് ചെയ്ത വെബ് പേജ് അതിൽ സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പോ ഇപ്പൊ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞത് നമ്മള് ഒരു ഡൈനാമിക് ചേഞ്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ആണ് നേരത്തെ പറഞ്ഞത്. ഒരു വെബ് പേജ് അയക്കുക, വെബ് പേജിൽ ഒരു പിക്ചർ ഉണ്ടെന്ന് അയക്കുക, ഒരു ഫോട്ടോ. ആ ഫോട്ടോന്റെ മുകളിലേക്ക് നമ്മൾ മൗസ് പോയിന്റ് കൊണ്ടുവരുമ്പോൾ അതിന് ഒന്ന് എൻലാർജ് ചെയ്ത് വരിക. മൗസ് പോയിന്റ് എടുക്കുന്നതോടുകൂടി അതൊന്ന് പഴയതുപോലെ തന്നെ ആവുക. അതൊരു ഡൈനാമിക് ചേഞ്ച് ആണ്. അപ്പൊ ആ ഡൈനാമിക് ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാം എഴുതി കൊടുക്കണം. ഓക്കെ, സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം. ഓക്കെ, എന്നാലേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോ മൗസ് പോയിന്റിന് വരുമ്പോൾ ആ പ്രോഗ്രാം കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അതിന്റെ റിസൾട്ടിന്റെ ഫലമായിട്ട്, എക്സിക്യൂട്ട് ചെയ്തതിന്റെ റിസൾട്ടിന്റെ ഫലമായിട്ട് അത് എൻലാർജ് ചെയ്യുന്നു. നമ്മൾ മൗസ് പോയിന്റ് എടുക്കുന്നതോട് കൂടിയിട്ട് പഴയതുപോലെ ആവും ചെയ്യുന്നു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഡൈനാമിക് ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് കോഡുകൾ എന്ത് ചെയ്യണം? ആ വെബ് പേജിൽ ഉണ്ടാവണം. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെയാണെന്നാ പറഞ്ഞത്? സെർവറിന്റെ സൈഡിൽ എന്ന് പറയുമ്പോൾ വെബ് സെർവറിലാണ് അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ട് മാത്രമാണ് എവിടേക്ക് നൽകുന്നത്? ബ്രൗസറിലേക്ക് നൽകുന്നത് എന്നർത്ഥം. അപ്പോൾ സ്റ്റാറ്റിക് എന്താണ്, എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതേമാതിരി ഡൈനാമിക് വെബ് പേജ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ സ്റ്റാറ്റിക് വെബ് പേജ് പറയുന്നത് സ്റ്റാറ്റിക് വെബ് പേജസ് ആർ ഈസി ടു ഡെവലപ്പ്. കാരണം എന്താ? HTML ലാംഗ്വേജ് മാത്രം അറിഞ്ഞാൽ മതി, വേറൊരു പ്രശ്നമല്ല. HTML ലാംഗ്വേജിനെ കുറിച്ചിട്ട് വ്യക്തമായൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡൈനാമിക് വെബ് പേജ് ആണെന്നുണ്ടെങ്കിൽ ഡൈനാമിക് വെബ് പേജ് ഡെവലപ്മെന്റ് റിക്വയർസ് പ്രോഗ്രാമിംഗ് സ്കിൽസ് ആവശ്യമാണ്. കാരണം എന്താണ്? അതിൽ സ്ക്രിപ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പ്രോഗ്രാം കോഡ്സുകളാണ്. ഓക്കെ, VB സ്ക്രിപ്റ്റ്, ജാവ സ്ക്രിപ്റ്റ്, അതെന്താന്നുള്ളത് അറിയണം. ആ സ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിംഗ് സ്കില്ല് ഉള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഡൈനാമിക് വെബ് പേജുകളെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നർത്ഥം. അപ്പൊ ഏകദേശം സ്റ്റാറ്റിക് വെബ് പേജ് എന്താണ്, ഡൈനാമിക് വെബ് പേജ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ടേബിള് നിർബന്ധമായിട്ടും പഠിക്കണം. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, എത്ര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ HTML ലാംഗ്വേജ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ് സ്റ്റാറ്റിക് വെബ് പേജ്. മറ്റേ ഡൈനാമിക് പേജ് എന്ന് പറയുമ്പോൾ HTML ലാംഗ്വേജിന്റെ കൂടെ തന്നെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളോട് ഉപയോഗിക്കുന്നതാണ് ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ്, എന്താണ് സ്ക്രിപ്റ്റ്സ് എന്നുള്ളതാണ്. വാട്ട് ഈസ് സ്ക്രിപ്റ്റ്സ്? എന്താണ് സ്ക്രിപ്റ്റ്സ്? സ്ക്രിപ്റ്റ്സ് നമ്മൾ വളരെ സിമ്പിൾ ആണ്. ഇറ്റ്സ് എ പ്രോഗ്രാം കോഡ്സ്. ഓക്കെ, HTML പേജിന്റെ കൂടെ നൽകുന്ന, HTML പേജിൽ നൽകുന്ന HTML ടാഗുകളുടെ കൂടെ നൽകുന്ന, HTML ടാഗ് എന്താ പഠിക്കാട്ടോ, അത് പഠിക്കട്ടെ. HTML ടാഗുകൾ അല്ലെങ്കിൽ HTML പേജിൽ നൽകുന്ന ചെറിയ പ്രോഗ്രാം കോഡ്സുകളെയാണ് എന്ത് പറയുന്നത്? സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ജനറൽ ആയിട്ട് പറയുന്ന പേരാണ് സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. ജനറൽ ആയിട്ട് പറയുന്നതാണ് സ്ക്രിപ്റ്റ്സ് എന്താന്നുള്ളത്. HTML പേജിൽ നൽകുന്ന പ്രോഗ്രാം കോഡ്സിനെയാണ് സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഈ സ്ക്രിപ്റ്റ്സ് നമുക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്.
ഇനി പറയാനുള്ളത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ സ്ക്രിപ്റ്റ്സുകൾ എന്ന് പറഞ്ഞു, സ്ക്രിപ്റ്റ്സുകൾക്ക് എഴുതി കൊടുക്കാൻ പലതരത്തിലുള്ള സ്ക്രിപ്റ്റ്സുകൾ ഉണ്ട്. ആ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾസ് ആണ് ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP, പേൾ എക്സെട്ര. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ദീസ് ആർ ദി എക്സാമ്പിൾസ് ടു ക്രിയേറ്റ് ഡൈനാമിക് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഓക്കെ, ഫോർ ക്രിയേറ്റിംഗ് ഡൈനാമിക് വെബ് പേജസ്. ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞ ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP, പേൾ പോലുള്ള ലാംഗ്വേജുകൾ. ഓക്കെ, പിന്നെ നമ്മൾ ഈ സ്ക്രിപ്റ്റുകൾ നമ്മൾ HTML ഉപയോഗിക്കുകയാണെങ്കിൽ, HTML പേജിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് ആൻഡ് സ്ലാഷ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിന്റെ ഇടയിൽ വേണം നൽകാൻ. ഈ ടാഗിനെ കുറിച്ചിട്ടും HTML എന്താണെന്നുള്ളതും HTML ടാഗുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളതും ഒക്കെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ്. അതിന്റെ കൂട്ടത്തിൽ ഇത് അഡ്വാൻസ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. HTML പേജിൽ ഒരു സ്ക്രിപ്റ്റ് ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അത് ഏതിന്റെ ഉള്ളിലാണ് ഉൾപ്പെടുത്തേണ്ടത്? HTML ടാഗായ സ്ക്രിപ്റ്റ് സ്ലാഷ് സ്ക്രിപ്റ്റ് അതിന്റെ ഇടയിലാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് എന്നർത്ഥം, പ്രോഗ്രാം കോഡ്. ഓക്കെ, ഇതിന്റെ രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് അത്രേ ഉള്ളൂ. ആ ടാഗിന്റെ അഡീഷണൽ ഇൻഫർമേഷൻ അങ്ങനെ അയച്ചാൽ മതി. ആ ടാഗിന്റെ കൂടെ നൽകുന്ന അഡീഷണൽ ഇൻഫർമേഷനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ആ ആട്രിബ്യൂട്ടുകളാണ് സ്ക്രിപ്റ്റ് ടാഗിന്റെ ആട്രിബ്യൂട്ട്സുകളാണ് ടൈപ്പ് ആൻഡ് SRC. ടൈപ്പ് ആൻഡ് SRC. ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്ത് സ്പെസിഫൈ ചെയ്യാനാണ്? ഏത് ടൈപ്പിലുള്ള സ്ക്രിപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ആ HTML പേജിൽ എഴുതി കൊടുക്കാൻ പോകുന്ന പ്രോഗ്രാം കോഡ് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്, ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ പെട്ടതാണ്. ഉദാഹരണമായിട്ട് നമുക്ക് പറയാം ടൈപ്പ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ടൈപ്പ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് അങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ SRC എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങൾ നമുക്ക് പല രീതിയിൽ നമുക്ക് സ്ക്രിപ്റ്റുകൾ HTML പേജിൽ ഉൾപ്പെടുത്താം. അതൊക്കെ വരുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്നുള്ളൂ. നമുക്കൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിന്റെ HTML കൂടെ നമുക്ക് എഴുതാം. അതല്ലെങ്കിൽ HTML കൂടെ എഴുതാതെ ഒരു എക്സ്റ്റേണൽ ഫയലായിട്ട്, ഒരു വേറൊരു ഫയലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി നിർത്താൻ പറ്റും ആ ഒരു പ്രോഗ്രാം കോഡിനെ. എന്നിട്ട് അതിനുശേഷം നമുക്ക് അതിനെ ഇതിലേക്ക് എന്ത് ചെയ്യാം? ലിങ്ക് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഉൾപ്പെടുത്താം, HTML പേജിലേക്ക് ഉൾപ്പെടുത്താം. അങ്ങനെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു സ്ക്രിപ്റ്റ് കോഡ് എന്ന് പറഞ്ഞിട്ടൊരു .js എന്നുള്ള ജാവാസ്ക്രിപ്റ്റിന്റെ ഷോർട്ട് ഫോം ആണ് .js എക്സ്റ്റൻഷനോട് കൂടിയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് എക്സ്റ്റേണൽ ഫയലായിട്ടാണ് നമ്മൾ എന്താ പറയാ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ സേവ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയുന്നത് സ്ക്രിപ്റ്റ് കോഡ് എന്ന് പറയുന്ന ഒരു ഫയൽ .js വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? മാറ്റി നിർത്തി അല്ലെങ്കിൽ വേറെ സ്റ്റോർ ചെയ്തു. അതിന് നമ്മുടെ പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഈ HTML പേജിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വെബ് പേജിന്റെ HTML പേജിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? SRC ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ പേര് എഴുതി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ ഫയൽ എവിടെയാണ് ഇരിക്കുന്നത് വെച്ചാൽ അതിന്റെ URL, അതിന്റെ കറക്റ്റ് പാത്ത്, കമ്പ്യൂട്ടർ എവിടെ ഇരിക്കുന്നത് വെച്ചാൽ അതിന്റെ കറക്റ്റ് പാത്ത് എവിടെ പറഞ്ഞു കൊടുക്കുക? ഈ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ പറഞ്ഞു കൊടുക്കണം. എന്നാലുള്ളൂ അത് കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ലഭിക്കുകയുള്ളൂ, നമ്മുടെ HTML പേജിലേക്ക് ലഭിക്കുകയുള്ളൂ എന്നർത്ഥം. പിന്നെ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ അവയുടെ പ്രവർത്തനത്തിനനുസരിച്ചിട്ട് പല ടൈപ്പുകളായി തരംതിരിച്ചിരിക്കുന്നു. ഇത്രേ ഉള്ളൂ. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റും ഉണ്ട്, സെർവർ സൈഡ് സ്ക്രിപ്റ്റും ഉണ്ട്. രണ്ടെണ്ണാണുള്ളത്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്നുള്ളത്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് ഫസ്റ്റ് പറയുന്നത്. ആ പേരിലുണ്ട് അല്ലെ, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ്. ക്ലയന്റ് പറഞ്ഞാൽ ആരാണ് പറഞ്ഞത്? ബ്രൗസർ ആണ് ക്ലയന്റ് അല്ലെ, ബ്രൗസർ ആണ് ക്ലയന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ മെയിൻ ആയിട്ടും ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റുകൾ ഉപയോഗിക്കുന്നത് വാലിഡേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് ആ വാലിഡേഷൻ പർപ്പസ് എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഒരു ഓൺലൈനായിട്ട് നമ്മളൊരു ഫോം ഫില്ല് ചെയ്യാന്ന് വിചാരിക്കാം. ആ ഫോമിൽ ഒരുപാട് കോളംസുകൾ ഉണ്ടാവും അല്ലെ, ടെക്സ്റ്റ് ബോക്സ് ആയിട്ടും റേഡിയോ ബട്ടൺസ് ആയിട്ടും ചെക്ക് ബോക്സ് ആയിട്ടും ഒക്കെ ഉണ്ടാവും, ലാസ്റ്റ് സബ്മിറ്റ് ബട്ടൺ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ പലതും മാൻഡേറ്ററി ഫീൽഡ്സ് ഉണ്ടാവും. ചിലപ്പോൾ ചിലതിൽ ചില ടൈപ്പ് ഡാറ്റകളെ എൻ്റർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഏജ് എന്ന് പറയുന്ന ഒരു കോളം തയ്യാറിക്കാം. സ്വാഭാവികമായിട്ടും അക്കമല്ലേ പറ്റുള്ളൂ, സംഖ്യകളല്ലേ പറ്റുള്ളൂ, നമ്പറല്ലേ പറ്റുള്ളൂ, അല്ലാതെ ABCD എന്തെങ്കിലും പറ്റുമോ? ഇല്ല. അപ്പോ അങ്ങനത്തെ ചെക്കിങ്, അതേമാതിരി മാൻഡേറ്ററി ഫീൽഡ്സ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്താ പറയാ കംപ്ലീറ്റ് ചെയ്യേണ്ട ഫീൽഡ്സുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം എന്താ പറയാ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള ചെക്കിങ്, അതൊക്കെയാണ് ഇവിടെ വാലിഡേഷൻ പർപ്പസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത് വാലിഡേഷൻ പർപ്പസ്.
അപ്പോൾ വാലിഡേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ മെയിനായിട്ടും ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റുകളായിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. പോപ്പുലർ ആയിട്ടുള്ള ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്സിന് എക്സാമ്പിൾസ് ആണ് ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് ഉള്ളത്. നമ്മളിപ്പോ ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ആണ് ഒരു വെബ് പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ടത്, അത് ഇനി പറയാൻ പോകുന്നത് നന്നായി ശ്രദ്ധിക്കണം. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ആണ് ഒരു വെബ് പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന വെബ് പേജ് ഡൗൺലോഡ് ആവുന്നതോട് കൂടിയിട്ട് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് നമ്മുടെ ബ്രൗസറിലേക്ക് ഡൗൺലോഡ് ആവുന്നു. ക്ലിയർ അല്ലേ? നമ്മളൊരു വെബ് പേജ് റിക്വസ്റ്റ് ചെയ്തു വെബ് സെർവറിലേക്ക്. അപ്പൊ വെബ് സെർവറിൽ നിന്ന് ആ പേജ് എന്ത് ചെയ്തു, ഡൗൺലോഡ് ആയി വന്നു. അപ്പൊ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് അതിൽ ഉപയോഗിച്ചുള്ള സ്ക്രിപ്റ്റിംഗ് ഉണ്ടല്ലോ, ആ സ്ക്രിപ്റ്റും കൂടി എന്തായിട്ട് വന്നു, നമ്മുടെ ബ്രൗസറിലേക്ക് ഡൗൺലോഡ് ആയി വന്നിട്ട് എവിടെയാണ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ക്ലയന്റിന്റെ സൈഡ് എന്ന് പറയുമ്പോൾ ബ്രൗസറിലാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ, നേരെ മറിച്ച് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആകുമ്പോൾ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു വെബ് പേജ് ആണെന്ന് വിചാരിക്കുക, നമ്മൾ റിക്വസ്റ്റ് ചെയ്ത വെബ് പേജ്. അപ്പോ സെർവർ സൈഡ് സ്ക്രിപ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ എന്താ പറയാ സെർവറിൽ നിന്ന് ആ വെബ് പേജ് ഡൗൺലോഡ് ആകുമ്പോൾ ഈ സ്ക്രിപ്റ്റ് എന്താവുന്നില്ല, ഡൗൺലോഡ് ആകുന്നില്ല. പകരം അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെയാണ്, സെർവറിന്റെ സൈഡിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ റിസൾട്ട് ഉണ്ടല്ലോ, അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട്, ആ റിസൾട്ട് മാത്രമാണ് എവിടേക്ക് നൽകുന്നത്, ക്ലയന്റിന്റെ സൈഡിലേക്ക് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ആണോ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആണോ വേഗത്തിൽ വർക്ക് ചെയ്യാന്നുള്ളത്, ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളത്. കാരണം എന്താണ്, മറ്റേ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ആണ് സ്പീഡായിട്ട് വർക്ക് ചെയ്യുക. കാരണം എന്താണ്, ആ സ്ക്രിപ്റ്റ് ഫുള്ള് ഇങ്ങനെ ഡൗൺലോഡ് ആയി വന്നിട്ട് പിന്നെ ഇവിടുന്നാണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെ. മറ്റേതാകുമ്പോൾ എങ്ങനെയാണ്, ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും ഇവിടുന്ന് റിക്വസ്റ്റ് അങ്ങോട്ട് ചെന്നിട്ട് അവിടുന്ന് അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് അവിടുന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ലാഗിങ്, ഒരുപാട് ലാഗിങ് ഉണ്ടാവും എന്നല്ല പറയുന്നത്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഏതായിരിക്കും സ്പീഡ് ഉണ്ടാവുക, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ആയിരിക്കും സ്പീഡ് കൂടുതലായിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ കാണുന്ന ഈ ടേബിൾ ജസ്റ്റ് നോക്കുക, ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണുള്ളത്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ഈസ് കോപ്പി ടു ദി ക്ലയന്റ് ബ്രൗസർ. അപ്പൊ പറഞ്ഞ മാതിരി തന്നെ സ്ക്രിപ്റ്റ് സെർവറിൽ നിന്ന് ക്ലയന്റ് ബ്രൗസറിലേക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, മറ്റേത് എങ്ങനെയാണ്, സ്ക്രിപ്റ്റ് എവിടെ തന്നെയാണ് ഉണ്ടാവുക, സെർവറിൽ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ രണ്ടാമത് പറയുന്നത് സ്ക്രിപ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദി ക്ലയന്റ് ബ്രൗസർ. ബ്രൗസറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, മറ്റേതെവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, സെർവറിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആണ് ബ്രൗസറിലേക്ക് പാസ് ചെയ്യുന്നത്. പിന്നെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ വാലിഡേഷൻ പർപ്പസ്. വാലിഡേഷൻ പർപ്പസിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. മറ്റേത് എങ്ങനെയാണ്, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ ഡാറ്റാബേസ് പർപ്പസ് ആൻഡ് റിട്ടേൺസ് ഡാറ്റ ഫ്രം ദി ഡാറ്റ സെർവർ. വെബ് സെർവറിൽ നിന്ന് ഈ ഒരു ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഡാറ്റാബേസിൽ നിന്നുള്ള ഡാറ്റ റിട്ടേൺ ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് കൂടുതലായിട്ടും സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. പിന്നെ യൂസർ ക്യാൻ ബ്ലോക്ക് ക്ലയന്റ് സെർവർ സ്ക്രിപ്റ്റ്സ്. യൂസറിന് വേണമെങ്കിൽ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഏതിലുണ്ട്, ബ്രൗസറിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിന്റെ മെയിൻ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബ്രൗസറിലും ഇത് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ചില ബ്രൗസറുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാതെ വരുമ്പോൾ അതിന്റെ ഒരു എഫക്ട് കിട്ടില്ല. പിന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ അങ്ങനെ ബ്ലോക്ക് ചെയ്യാനൊന്നും യൂസറിന് സാധിക്കില്ല. പിന്നെ ടൈപ്പ് ആൻഡ് വേർഷൻ ഓഫ് ദി വെബ് ബ്രൗസറിന്റെ ടൈപ്പ് ഏതാണെന്നുള്ളതും വേർഷൻ ഏതാണെന്നും ബേസ് ചെയ്തിട്ടായിരിക്കും അത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുള്ളൂ. മറ്റേത് അങ്ങനെയൊന്നുമില്ല, ഈ വെബ് ബ്രൗസർ ഏതായി കഴിഞ്ഞാലും അതൊരു മറ്റേ എന്താ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും, അതിന്റെ റിസൾട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഏകദേശം എന്താണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നുള്ളതും, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് രണ്ട് തരത്തിലുണ്ട്, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിന്റെ വ്യത്യാസം എന്താണെന്നുള്ളതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.